സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയം അവസാനിച്ചതോടെ 194 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ആലത്തൂരിലാണ് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. വടകരയിലാണ് കൂടുതൽ വനിതാ പ്രാതിനിധ്യം നിലനിൽക്കുന്നത്. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം 10 സ്ഥാനാർത്ഥികളാണ് പത്രിക പിൻവലിച്ചത്. ഇതോടെ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. ഏറ്റവും അധികം സ്ഥാനാർത്ഥികളുള്ളത് കോട്ടയം മണ്ഡലത്തിലാണ്, 14 സ്ഥാനാർത്ഥികൾ. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ആലത്തൂരിലാണ്, 5 പേർ. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രമുഖ സ്ഥാനാർത്ഥികൾക്കെല്ലാം അപരന്മാർ മത്സരരംഗത്തുണ്ട്. തിരുവനന്തപുരം 12, ആറ്റിങ്ങൽ 7, കൊല്ലം 12, പത്തനംതിട്ട 8, മാവേലിക്കര 9, ആലപ്പുഴ 11, കോട്ടയം 14, ഇടുക്കി 7, എറണാകുളം 10, ചാലക്കുടി 11, തൃശൂർ 9, ആലത്തൂർ 5, പാലക്കാട് 10, പൊന്നാനി 8, മലപ്പുറം 8, കോഴിക്കോട് 13, വയനാട് 9, വടകര 10, കണ്ണൂർ 12, കാസർഗോഡ് 9 എന്നിങ്ങനെയാണ് മണ്ഡലം തിരിച്ചുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം. 290 പത്രികകൾ ലഭ്യമായതിൽ ഡെമ്മി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 86 പേരുടെ നാമനിർദ്ദേശ പത്രികകൾ സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരുന്നു. വരും ദിവസങ്ങളിൽ മണ്ഡലങ്ങളിലെ പ്രചാരണം കൂടുതൽ ശക്തമാകും. ഇതിന്റെ ഭാഗമായി ദേശീയ നേതാക്കളെ അടക്കം പല മുന്നണികളും രംഗത്തെത്തിച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ അടുത്ത ദിവസം കേരളത്തിലെത്തും. സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ മണ്ഡലങ്ങളിൽ പ്രചാരണം അരക്കെട്ടുറപ്പിക്കാനാണ് മുന്നണികളുടെ ശ്രമം. ഈ മാസം 26-നാണ് വോട്ടെടുപ്പ്. ജൂൺ 4-നാണ് ഫലപ്രഖ്യാപനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.